അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ഥിരമായി ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ. ഇതെപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ, വ അൽഹഖ്നി ബിസ്സാലിഹീൻ, എന്നെ നല്ല മനുഷ്യരുടെ കൂടെ കൂട്ടുകയും ചെയ്യണമേ. ഇത് നമുക്ക് ഏറെ ആഗ്രഹമുള്ള കാര്യമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രാർത്ഥന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. കിണറ്റിലെറിയപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അങ്ങോട്ട് ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ അനുഭവിച്ചു. നമുക്കറിയാം, അസീസിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കേണ്ടി വന്നു. അവിടെ നടന്ന പല സംഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ജയിലിലടക്കപ്പെട്ടു. അങ്ങനെ ധാരാളം പ്രതിസന്ധികൾ. പക്ഷേ അള്ളാഹു അവസാനം ആ പ്രതിസന്ധികൾക്ക് പരിഹാരമായി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രാജാധികാരം നൽകുകയാണ്. സ്വപ്നവ്യാഖ്യാനം എന്ന് പറയുന്ന വലിയ വിജ്ഞാനം നൽകുകയാണ്. ഇതൊക്കെ കിട്ടി സന്തോഷവാനായി ഒരധികാരിയായി, ഒരു ഭരണാധികാരിയായി നിൽക്കുന്ന സമയത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹദീസ് ഫാത്തിറ السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. രാജാധികാരത്തിൻ്റെ അത്യുന്നതയിലെത്തപ്പെട്ടപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും പടച്ചവനെ, ഇതൊക്കെ മാഞ്ഞു പോകുന്ന നിഴലുകളാണ്. എനിക്ക് വേണ്ടത് മരിക്കുന്ന സമയം മുസ്ലിമായി മരിക്കാൻ കഴിയണം, നല്ല മനുഷ്യരുടെ കൂടെ കൂടാനും കഴിയണം. അടങ്ങാത്ത ഒരാഗ്രഹമാണ്. ഇതാണ് നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ചു പോകുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാൻ കഴിയുക. ലോകത്ത് 4 തരത്തിലാണ് ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് മഹാന്മാർ നിരീക്ഷിക്കുന്നത്. ചില ആളുകൾ കാഫിറായി ജനിക്കുന്നു, കാഫിറായി മരിച്ചു പോകുന്നു. ചില ആളുകൾ കാഫിറായി ജനിക്കുന്നു, മുസ്ലിമായി മരിക്കുന്നു. ചില ആളുകൾ മുസ്ലിമായി ജനിക്കുന്നു, കാഫിറായി മരിച്ചു പോകുന്നു. വേറെ കുറേ ആളുകൾ മുസ്ലിമായി ജനിക്കുന്നു, മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നു. ഇവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ വിഭാഗം. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിക്കുന്ന സമയം മുസ്ലിമായി മരിക്കാൻ കഴിയുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ഖുർആൻ അതിശക്തമായ ഭാഷയിൽ നമ്മളോട് പറയുന്നുണ്ട്: ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ മുസ്ലിമായി മരിക്കുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിച്ചു വാങ്ങുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം അൽഹഖ്നി ബിസ്സാലിഹീൻ, നമ്മൾ നല്ല മനുഷ്യരോട് കൂടെയാവുക എന്നതാണ്. നല്ല മനുഷ്യരോട് കൂടെ കൂടാനാവുക എന്നുള്ളത് മറ്റൊരു സൗഭാഗ്യമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു: അൽഹഖ്നി ബിസ്സാലിഹീൻ, എന്നെ നല്ല മനുഷ്യരുടെ കൂടെയാവണം. നല്ല മനുഷ്യരോട് കൂടെ ചേരാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ്. ഒന്ന്, നല്ല മനുഷ്യരാരാണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. നല്ല മനുഷ്യരെക്കുറിച്ച് പറയുക. ദിക്റു സ്വാലിഹീന കഫാറത്തുൻ, നല്ല മനുഷ്യരെക്കുറിച്ച് പറയുന്നത് പോലും നമുക്ക് പാപമോചനത്തിനുള്ള മാർഗമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പാപമോചനത്തിൻ്റെ ദിനങ്ങളിലാണ്. അള്ളാഹു നമുക്ക് ദോഷം പുറത്തു തരാൻ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന്
നല്ല ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, നല്ല മനുഷ്യരെ നമ്മൾ ഇഷ്ടപ്പെടുക, സജ്ജനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഞാൻ നല്ല മനുഷ്യരെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടെന്നറിയുമോ? വലസ്തു മിൻഹും. വിനയാന്വിതനായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു സ്വാലിഹായ മനുഷ്യനൊന്നും അല്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വിനയാന്വിതനായി പറയാണ്, എനിക്ക് നല്ല മനുഷ്യരെ ഇഷ്ടമാണ്, ഞാനൊരു നല്ല മനുഷ്യനൊന്നും അല്ല. എന്തിനാണെന്നറിയുമോ? ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. നാളെ അവരെ കൊണ്ട് എനിക്ക് റെക്കമെൻഡ് കിട്ടണം. നല്ല മനുഷ്യരോട് കൂടെ കൂടിയാൽ, അവരെ ഇഷ്ടപ്പെട്ടാൽ നാളെ അവർ എനിക്ക് റെക്കമെൻഡ് പറയും, ശുപാർശ പറയും. അതുകൊണ്ട് നല്ല ആളുകളെ, സ്വാലിഹീങ്ങളെ എനിക്കിഷ്ടമാണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട്, മത്തസ്സഅതു യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലെ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? ഈ ലോകം അവസാനിക്കുന്ന ദിവസമുണ്ടല്ലോ, അതെപ്പോഴാണ്? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം, വമാ അഅദത്ത ലഹ, ഖിയാമത്ത് നാൾ എന്നാണെന്ന് നീ ചോദിക്കുന്നു, അത് വന്നാൽ അതിനു വേണ്ട വിഭവങ്ങൾ എന്താണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ ആ സ്വഹാബി മറുപടി പറഞ്ഞു, അള്ളാൻ്റെ റസൂലെ, എൻ്റെ അടുക്കൽ പ്രത്യേകിച്ച് വിഭവങ്ങളും അമലുകളൊന്നുമില്ല, പക്ഷേ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോട് കൂടെയായിരിക്കും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബി പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു, എനിക്ക് വല്ലാത്ത സന്തോഷമായി, നീ ഇഷ്ടപ്പെട്ടവരോട് കൂടെയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ. കാര്യം, ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വർഗത്തിലായിരിക്കുമല്ലോ, അപ്പോൾ ഞാനും സ്വർഗത്തിലായിരിക്കും. ഞാൻ അബൂബക്കറിനെ ഇഷ്ടപ്പെടുന്നുണ്ട് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ സ്വർഗത്തിലായിരിക്കും. ഞാൻ ഉമറിനെ ഇഷ്ടപ്പെടുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലായിരിക്കും, അപ്പോൾ ഞാനും അങ്ങനെയാകും എന്ന് സ്വഹാബി പറയുന്നുണ്ട്. സ്വാലിഹായ മനുഷ്യനോട് കൂടെയാവാനുള്ള മാർഗം സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്, ഒരു മനുഷ്യൻ ഒരു നല്ല മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു നല്ല മനുഷ്യൻ അയാൾ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് അതിവിദൂരതയിലുള്ള മറ്റൊരു ഗ്രാമത്തിൽ ഒരു നല്ല മനുഷ്യൻ താമസിച്ചിരുന്നു. ഇയാൾ ആ നല്ല മനുഷ്യനെ തേടി അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് കരുതി യാത്രയാവുകയാണ്. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, അയാളൊരു നല്ല മനുഷ്യനാണ്, അയാളെ ഒന്ന് കാണണം, ഇത്രമേ ആഗ്രഹമുള്ളൂ. നടന്നു, യാത്ര തുടങ്ങി. വഴിമധ്യേ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വഴിയിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന ഗ്രാമത്തിൽ ഒരു മനുഷ്യനുണ്ട്, ഒരു സ്വാലിഹായ മനുഷ്യൻ, ഞാൻ അയാളെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മലക്ക് ചോദിക്കുകയാണ്, ഫഹല്ലക മിൻ നിഅമത്തിൻ, അയാൾ എനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്തു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ടോ? നിന്റെ വിഷമത്തിൽ സഹായിക്കുകയോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും തരികയോ അതിൻ്റെ പേരിലാണോ നീ പോകുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, ലാ ഷൈ, അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ഒന്ന് തന്നതുകൊണ്ടോ ഒന്നുമല്ല, പക്ഷെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ നല്ല മനുഷ്യനെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, എന്നെ അള്ളാഹു പറഞ്ഞയച്ചതാണ്. നീ ആ മനുഷ്യനെ, ആ സ്വാലിഹായ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം പറയാൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് ആ മലക്ക് പറയുന്നതായി റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന സംഭവം ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നല്ല മനുഷ്യരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നല്ല മനുഷ്യരോട് കൂടെയിരിക്കുക എന്നുള്ളതും വിശ്വാസിക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ഹൃദയ ശുദ്ധീകരണത്തിനും വഴിയാണ് എന്ന് സൂഫിയാക്കൾ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഹൃദയം നന്നാവാനുള്ള വഴികളെ കുറിച്ച് സൂഫിയാക്കൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കൂട്ടത്തിൽ പറയുന്ന ഒന്ന് മുജാലസത്തു സ്വാലിഹീൻ,
നല്ല മനുഷ്യരോട് കൂടെ ഇരിക്കുക എന്നതാണ്. നല്ല മനുഷ്യരോട് കൂടെയാകുമ്പോൾ നന്മകൾ വർദ്ധിക്കാൻ അത് കാരണമാകും. നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു സാലിഹായ നല്ല മനുഷ്യനോട് കൂടെയാണെങ്കിൽ അയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അയാൾ ചെയ്യുന്ന ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കും. നേരെ മറിച്ചോ ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പുറകെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നത്തെ നോമ്പ് ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ നല്ല മനുഷ്യരോട് കൂടെയാവണം. ഇദാ തസാഫഹ അഹദുക്കും, നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് മുസാഫഹത്ത് ചെയ്താൽ പോലും അതുകൊണ്ട് ഒരു വൃക്ഷശിഖരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നിന്നിൽ നിന്നുള്ള പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു. നല്ല മരണം ഉണ്ടാവുക, നല്ല മനുഷ്യരോട് കൂടെയാവുക, ഇത് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റമദാൻ 17 വരാൻ പോകുന്നു. സ്വാലിഹീങ്ങളിൽ അത്യുത്കൃഷ്ടരായ ബദരീങ്ങളെ കുറിച്ച് റളിയല്ലാഹു അൻഹും പാടുകയും പറയുകയും അനുസ്മരിക്കുകയും അവരുടെ ജീവിതത്തെ പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സന്ദർഭമാണ്. അക്കൂട്ടത്തിൽ മർമ്മപ്രധാനമാണ് അവരെ ഇഷ്ടപ്പെടുക എന്നത്. അവരെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമാണ് അവരെ പറയുക, അവരെ കൊണ്ട് നന്മ നേടാൻ വേണ്ടി നമ്മൾ സംവിധാനം ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബദരീങ്ങളുടെ ആണ്ട് വരുമ്പോൾ അവരെ പറയുന്ന മൗലിദ് കഴിക്കുന്നതും അവരുടെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുന്നതും. നമുക്ക് നെയ്ച്ചോറിൻ്റെ ആവശ്യമുണ്ടായതുകൊണ്ടോ ബദരീങ്ങൾക്കത് ആവശ്യമുണ്ടായതുകൊണ്ടോ അല്ല, അതിനേക്കാൾ വലിയ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നൽകുന്നുണ്ട്. ബദരീങ്ങൾ എന്ന് പറയുന്ന അത്യുത്കൃഷ്ടരായ സ്വാലിഹീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. എന്തിനാണത്? അതുവഴി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, നാളെ റെക്കമെൻഡ്. അല്ലാഹു ഇഷ്ടപ്പെട്ട വിഭാഗമാണ് ബദരീങ്ങൾ. അവരെ ഓർത്തതിന്, അവരെ പറഞ്ഞതിന്, അവരുടെ പേരിൽ അന്നപാനീയങ്ങൾ നൽകിയതിന് അവരല്ലാഹുവോട് പറയും, പടച്ചോനെ എന്നെ ഇഷ്ടപ്പെട്ടവരാണ്, നീ അവരെ ഇഷ്ടപ്പെടണമെന്ന്. ആ വിഭാഗത്തിൽ പെടാൻ നമുക്ക് സാധിക്കാൻ സർവാത്മന നിങ്ങളൊക്കെ സഹകരിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആരംഭം കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പലരും പല കാര്യങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.